ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കപ്പ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂളക്കറി എന്നാണ് പറയുക. കപ്പയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ പൂള എന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പിടി തേങ്ങ ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ്. ഈ തേങ്ങ വറുക്കുമ്പോൾ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഫുള്ളാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇത് വറുത്തെടുക്കണം. വറുത്ത തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇനിയിപ്പം ഇതേ കടായിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 സവാള, 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 തക്കാളി, 2 ചെറിയ തക്കാളി മതിയാവും. ഇനി 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വറുത്തെടുക്കാം. മസാലൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതൊന്ന് വെന്ത് വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കുറവായതുകൊണ്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇപ്പം ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ അതിൽ ചേർത്തിട്ട് മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ കപ്പ ഓൾറെഡി ഉപ്പിട്ടിട്ട് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇൻ കേസ് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ആ വേവിച്ച് വെച്ച കപ്പ നമുക്കതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഉടച്ചിട്ട് ചേർത്താലും മതി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എന്നിട്ട് കപ്പയിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് കമ്പൈൻ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.